Hi friends, Sonal Sajith YouTube ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ബ്ലൂടൂത്തിൻ്റെ ഒരു സൗണ്ട് ബാർ ആണ്. അപ്പോൾ ഈ ഒരു സൗണ്ട് ബാർ എന്ന് വെച്ചാൽ PVC പൈപ്പ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്ന അറിയാൻ വേണ്ടി എൻ്റെ വീഡിയോ മുഴുവനായി കാണുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. എന്നാൽ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ 2.5 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പാണ്. ഇനി ഈ ഒരു PVC പൈപ്പിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചാൽ എത്രയാണ് നമ്മളെ സൗണ്ട് ബാറിൻ്റെ ലെങ്ത്ത്, അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി ഈ ഒരു PVC പൈപ്പ് നടുവേ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ നടുവേ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ PVC ഷീറ്റാക്കി എടുക്കണം. അത് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഷീറ്റാക്കി എടുക്കേണ്ടതെന്ന്. ഇനി ഞാൻ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് 2 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. ഇതിൻ്റെ ലെങ്ത്തും നേരത്തെ തന്നെ ലെങ്ത്തും സെയിം ആണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ 2.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ഇപ്പോൾ PVC ഷീറ്റാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ 2 ഇഞ്ചിൻ്റെ PVC പൈപ്പും PVC ഷീറ്റാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇതിൽ കുറച്ച് ലെങ്ത്തെല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് വെച്ചാൽ 38 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ 9 സെൻറ്റിമീറ്ററുമാണ്. അതേപോലെ തന്നെ ഈ ഒരു ഷീറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു സൗണ്ട് ബാറിൻ്റെ ഫ്രണ്ട് പാനലിന് വേണ്ടിയിട്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ലെങ്ത്താണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഷീറ്റ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇതേപോലത്തെ സ്കെയിലാറ്റം വെച്ച് കൊടുക്കുക. അതിനുശേഷം നല്ലൊരു മൂർച്ചുള്ള ബ്ലേഡ് എടുത്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തോട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക. ഒരു 2-3 വട്ടം ഇതേപോലെ തന്നെ ലൈൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല പ്രഷർ കൊടുത്തിട്ട് തന്നെ നിങ്ങൾ ലൈൻ വരച്ചു കൊടുക്കുക. പിന്നെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, സ്ലിപ്പായി കഴിഞ്ഞാൽ കയ്യെല്ലാം മുറിയാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ചു വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബ്ലേഡിനെ കൊണ്ട് കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗത്ത് നമ്മളൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കീറി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നല്ലോണം ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പൊട്ടിയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇവിടെ കട്ടായി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് PVC ഷീറ്റ് കട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ മേലെയും കുറച്ച് എക്സസ് ആയിട്ട് വരുന്നുണ്ട്, അതും കൂടി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ഫ്രണ്ട് പാനലിൽ കുറച്ച് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന സ്പീക്കറിൻ്റെ ഷേപ്പാണ്, അതിനനുസരിച്ചാണ് അവിടെ വരച്ചു കൊടുത്തത്. അപ്പോൾ ഇത് കോമ്പസ് യൂസ് ചെയ്തിട്ട് ആ ഒരു സ്പീക്കറിൻ്റെ സൈസ് മെഷർ ചെയ്തിട്ട് ഈ ഒരു ഫ്രണ്ട് പാനലിൽ വരച്ചു കൊടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ടൊന്ന് ബ്ലേഡ് ചൂടാക്കിയിട്ടോ അങ്ങനെയൊന്ന് മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ ഒരു ഫ്രണ്ട് പാനലിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമാക്കി വെച്ച ആ ഒരു PVC ഷീറ്റിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പാനൽ വെച്ച് കൊടുക്കുക. കറക്റ്റ് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കണം. അതാകുമ്പോൾ നമുക്ക് മേലെയും താഴെയും ഈക്വൽ ബ്രെഡ്ത്ത് കിട്ടും. അപ്പോൾ നമുക്ക് സെൻറ്ററിലായിട്ട് കിട്ടുന്ന ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ 9 സെൻറ്റിമീറ്ററും അതേപോലെ തന്നെ മേലെ 6.5 സെൻറ്റിമീറ്ററും താഴെ 6.5 സെൻറ്റിമീറ്റർ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ബെൻഡ് ചെയ്തിട്ട് ഒരു ബോക്സ് രൂപത്തിലാക്കിയെടുക്കണം. അതിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു PVC ഷീറ്റിൻ്റെ നമ്മൾ ലൈൻ വരച്ച ഭാഗത്ത് ചൂടാക്കി കൊടുക്കുക. ആ ഒരു ഭാഗത്ത് മാത്രം ചൂടാക്കി കൊടുക്കുക. ഇനി ഇതേപോലത്തെ ടൈൽസോ സ്കെയിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ വെച്ച് കൊടുത്തതിന് ശേഷം ബെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് മാത്രമായിട്ട് ചൂടാക്കി കൊടുക്കുക. ഇതേപോലെ മെഴുകുതിരിയായിട്ട് യൂസ് ചെയ്തിട്ട് ചൂടാക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ ഒരു ഷീറ്റ് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാനലിന് കുറച്ച് ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാനുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലത്തെ ഒരു ബ്ലാക്ക് ലൈനിങ് ക്ലോത്താണ്. അത് ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് കവർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതേപോലത്തെ മാസ്കിംഗ് ടേപ്പോ അല്ലെങ്കിൽ സെലോ ടേപ്പോ യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ ഫെവിക്വിക്കോ അല്ലെങ്കിൽ ഫ്ലെക്സ് ക്വിക്കാറ്റോ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ബോർഡറിൻ്റെ ഭാഗത്തായിട്ട് അധികം ഫ്ലെക്സ് ക്വിക്ക് ഒട്ടിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ഭാഗം ഒട്ടിച്ചതിന് ശേഷം എക്സസ് ആയിട്ട് വരുന്ന ക്ലോത്തെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്പീക്കർ വെക്കുന്ന ഭാഗത്തായിട്ട് എക്സസ് ആയിട്ട് വരുന്ന ക്ലോത്തെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ എല്ലാ സൈഡിൽ നമുക്ക് ക്ലോത്ത് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ക്ലോത്ത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു നെറ്റ് ടൈപ്പ് ക്ലോത്താണ്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ഒരു നിർബന്ധമില്ല. ഞാനിതിന് കുറച്ചും കൂടി ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നെറ്റ് ഇതിൻ്റെ മേലെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലുക്കിലാണ് ഈ ഒരു ഫ്രണ്ട് പാനൽ കാണാനുണ്ടാവുക. അപ്പോൾ ഞാൻ നേരത്തെ ആക്കി വെച്ചാൽ ആ ഒരു ബോക്സിൽ കുറച്ച് ഹോൾസും കാര്യങ്ങളെല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് വെച്ചാൽ സ്വിച്ചിനാണ്, അടുത്തെന്ന് വെച്ചാൽ ഓക്സ് പോർട്ടിന്, പിന്നിലെന്ന് വെച്ചാൽ 12 വോൾട്ട് ഇൻപുട്ട് കൊടുക്കാനായിട്ടാണ്, പിന്നെ അതിൻ്റെ LED ഇൻഡിക്കേഷനും. ഓക്കെ, ഇനി അടുത്തതായിട്ട് വേണ്ട ഇതേപോലത്തെ ഒരു PVC പൈപ്പാണ്. അപ്പോൾ ഇതെങ്ങനെ PVC ഷീറ്റാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നടുവേ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ യൂസ് ചെയ്തിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ചെറിയ രീതിയിലൊന്ന് ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ഇതേപോലത്തെ ഒരു ഫ്ലാറ്റ് സർഫസിൻ്റെ മേലെ വെച്ച് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു പേപ്പർ വെച്ച് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ചൂടായിട്ടുള്ള ഒരു അയൺ ബോക്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കുറച്ച് സമയം അവിടെ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം ഒന്ന് ഫ്ലാറ്റായി കിട്ടുന്നതാണ്. ഇനി നമുക്കിത് പേപ്പർ ഒന്ന് മാറ്റിയിട്ട് നോക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് ഫ്ലാറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡ് ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു സൈഡ് ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ലെവലാക്കി കൊടുക്കാം.
ഓക്കെ, ഇപ്പോൾ ഫുള്ളായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇതേപോലത്തെ എന്തെങ്കിലും ഫ്ലാറ്റ് സർഫസ് ആയിട്ടുള്ള എന്തെങ്കിലും ടൈൽസോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം അതേപോലെ ഒന്ന് വെച്ച് പ്രസ് ചെയ്ത് നിൽക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മളെ PVC പൈപ്പ് ഇപ്പോൾ നല്ല രീതിയിൽ PVC ഷീറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ഫസ്റ്റ് PVC ഷീറ്റാക്കി എടുത്തത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ച ഒരു ബോക്സിൻ്റെ സൈഡ് ഭാഗം ക്ലോസ് ചെയ്യാനായിട്ട് PVC ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മെഷർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ മെഷർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ സ്പീക്കറിൻ്റെ എയർ പുറത്തേക്ക് പോകാനായിട്ട് ഞാനൊരു സ്പീക്കർ കോണാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് അവിടെ ഹോൾസ് വെച്ചാലും മതിയാവും. അപ്പോൾ അതാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു PVC പൈപ്പാണ്. അതേപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ വരുന്ന ഒരു ബോട്ടിൽ, ഒരു ചെറിയൊരു ബോട്ടിൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു PVC പൈപ്പിൻ്റെ എൻഡിൻ്റെ ഭാഗത്ത് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ അത്യാവശ്യം ചൂടാക്കിയിട്ടുണ്ട്. എൻ്റെ ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ ആ ഒരു PVC പൈപ്പ് ആ ഒരു ബോട്ടിലേക്കായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലായിട്ട് ഈ ഒരു PVC പൈപ്പ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്ത 2 ഷീറ്റിൽ ഒരു ഷീറ്റിൽ ആ ഒരു PVC പൈപ്പിൻ്റെ സൈസിനനുസരിച്ച് ഹോളാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ലുക്കാണ് കിട്ടുക. ഇനി നമുക്ക് ആ സൈഡത്തെ പീസെല്ലാം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫെവിക്വിക്ക് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ 2 സൈഡത്തെ പീസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് സ്മൂത്ത് ചെയ്തും കൊടുത്തിട്ടുണ്ട് സൈഡ് ഭാഗം. അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഉള്ളിലും ഫെവിക്വിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ബോഡി ഫുള്ളായിട്ട് ഞാൻ സാൻഡ് പേപ്പർ വെച്ച് സ്മൂത്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്ഷൻ കിട്ടൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിന് പെയിൻറ്റ് അടിച്ച് കൊടുക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കുക അല്ലെങ്കിൽ പെയിൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബോർഡറിലായിട്ട് ഇതേപോലെ മാസ്കിംഗ് ടൈപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം ഈ ഒരു കളർ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കി എല്ലാ ഭാഗം ബ്ലാക്കും ആ ഒരു രീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ മാസ്കിംഗ് ടൈപ്പ് ബോർഡറിൽ ഒട്ടിച്ച് കൊടുത്തത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ സ്പ്രേ പെയിൻ്റ് ആണ്, മാറ്റ് ബ്ലാക്ക് ആണ് കളറ്. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പെയിൻറ്റ് ഇവിടെ കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മാസ്കിംഗ് ടൈപ്പ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ മാസ്കിംഗ് ടൈപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലുക്കിലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മളെ ബോഡിയും കാര്യങ്ങളെല്ലാം റെഡിയായി. ഇനി നമുക്ക് ഇതിന് വേണ്ട ആംപ്ലിഫയറും കാര്യങ്ങളെല്ലാം നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ ബോർഡ് എന്ന് വെച്ചാൽ 6283 IC യൂസ് ചെയ്തിരിക്കുന്ന ആംപ്ലിഫയർ ബോർഡാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ 12 വോൾട്ട് പവർ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നത് 120 റുപ്പീസാണ്. അപ്പോൾ അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു ബ്ലൂടൂത്ത് ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് ബോർഡിന് റേറ്റ് വന്നതെന്ന് വെച്ചാൽ 70 റുപ്പീസാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ 7805 IC ആണ്. ഇതെന്ന് വെച്ചാൽ 5 വോൾട്ട് റെഗുലേറ്റർ IC. അതായത് നമ്മൾ 12 വോൾട്ട് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5 വോൾട്ട് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇനി അടുത്തായിട്ട് വേണ്ടത് ഒരു LED ആണ്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു റെസിസ്റ്റർ. ഇതെന്ന് വെച്ചാൽ 100 ഓംസിൻ്റെ ഒരു റെസിസ്റ്ററാണ്. പിന്നെ അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ സ്പീക്കറാണ്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ 8 ഓംസും അതേപോലെ തന്നെ 10 വാട്ട്സിൻ്റെ ഒരു സ്പീക്കറാണ്. അതേപോലത്തെ 2 സ്പീക്കർ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് വെച്ചാൽ 4 ഓംസും അതേപോലെ തന്നെ 3 വാട്ട്സിൻ്റെ ഒരു സ്പീക്കറാണ്. ഇത് മിഡിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തതായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഫീമെയിൽ ഓക്സ് പോർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് ഓക്സ് കണക്ടിവിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് വെച്ചാൽ മതിയാവും. എല്ലാം ബ്ലൂടൂത്ത് തന്നെ വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ 12 വോൾട്ടാണ് ഇനി ഇൻപുട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റെഡ് വയർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും ആണ്. പിന്നെ ഈ ഒരു യെല്ലോ വയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീക്കർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വയേഴ്സാണ്. പിന്നെ അതേപോലെ തന്നെ 3 എക്സ്ട്രാ വയറും കാണാൻ സാധിക്കും. അതെന്ന് വെച്ചാൽ ഓഡിയോ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലെഫ്റ്റും റൈറ്റും അതേപോലെ തന്നെ മിഡിലിലെ ഗ്രൗണ്ടുമാണ്. ആ ഒരു ബ്ലാക്ക് വയർ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടാണ്. അപ്പോൾ ആ ഒരു 3 വയർ ഞാൻ നേരെ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ ഓക്സ് പോർട്ടിലേക്കായിട്ടാണ്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് വയർ കണക്ട് ചെയ്തത് ഈ ഒരു ഭാഗത്തായിട്ടാണ്, ഈ ഒരു ഓക്സ് പോർട്ടിൻ്റെ. അതേപോലെ തന്നെ 2 സൈഡിലേക്കായിട്ട് കണക്ട് ചെയ്തത് ലെഫ്റ്റ് റൈറ്റുമാണ്. അപ്പോൾ ഈ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ ടോട്ടലായിട്ട് 5 പിന്നെ ഉണ്ടാവും. അതിൽ ആദ്യത്തെ 3 എന്ന് വെച്ചാൽ ലെഫ്റ്റ്, ഗ്രൗണ്ട്, റൈറ്റ് ആണ്. പിന്നെ ബാക്കി 2 എന്ന് വെച്ചാൽ പോസിറ്റീവും നെഗറ്റീവുമാണ്. റെഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവും ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവുമാണ്. ഇനി ഈ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളിലെ ബ്ലാക്ക് വയർ നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ ബോർഡിൻ്റെ ഓഡിയോ ഇൻപുട്ടിലെ ആ ഒരു ബ്ലാക്ക് വയറായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഗ്രൗണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ യെല്ലോവും ഗ്രീനും നമ്മൾ ആ ലെഫ്റ്റ് റൈറ്റിലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ട 7805 IC ആണ്. അത് ഞാൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ക്രൂ ലൂസാക്കിയിട്ട് അവിടെ ഫിറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ICൻ്റെ ഫസ്റ്റ് പിൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവും സെക്കൻഡ് പിന്ന് നെഗറ്റീവാണ്. അവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 3ാമത്തെ പിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടാണ്. പോസിറ്റീവാണ് ആ ഒരു പിന്നിൽ വരിക. അതായത് നമ്മൾ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ നെഗറ്റീവ്, അതായത് ബ്ലാക്ക് വയർ മിഡിൽ പിന്നിലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ റെഡ് വയർ 3ാമത്തെ ലെഗിലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആദ്യം ഉണ്ടായ സ്പീക്കർ വയർ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ കുറച്ചും കൂടി ലെങ്ത്തിലെ വയർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 സ്പീക്കറിനുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി അത് പറഞ്ഞുതരാം. ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ പോസിറ്റീവ് നമ്മൾ 7805 ICൻ്റെ 3rd ലെഗിലായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അതേപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ നെഗറ്റീവ് മിഡിൽ പിന്നിലായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ 12 വോൾട്ട് സപ്ലൈൻ്റെ ആ ഭാഗത്തുനിന്ന് നമ്മൾ ഇതിലേക്കുള്ള 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെഗിൽ പോസിറ്റീവും സെക്കൻഡ് ലെഗിൽ നെഗറ്റീവും കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി ഈ ഒരു ആംപ്ലിഫയർ ബോർഡിന് 12 വോൾട്ട് സപ്ലൈ കിട്ടാനായിട്ട് ഞാനൊരു DC സോക്കറ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കണക്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇപ്പോൾ സ്വിച്ച് ഫിറ്റ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കിതിൻ്റെ പവർ സപ്ലൈ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിനൊരു LED ഇൻഡിക്കേഷൻ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു LED എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 100 ohmsൻ്റെ റെസിസ്റ്ററും എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു റെസിസ്റ്റർ LEDൻ്റെ ഏതെങ്കിലും ഒരു ലെഗിലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ റെസിസ്റ്റർ LEDയിൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സോക്കറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതായത് സോക്കറ്റിൻ്റെ പോസിറ്റീവ് ഭാഗത്ത് LEDനെ പോസിറ്റീവ് കണക്ട് ചെയ്യുക, അതേപോലെ തന്നെ സോക്കറ്റിൻ്റെ നെഗറ്റീവ് ഭാഗത്ത് LEDനെ നെഗറ്റീവും കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സോക്കറ്റിൻ്റെ വലിയ ലെഗാണ് ഇതിൻ്റെ പോസിറ്റീവ്, അതേപോലെ തന്നെ ചെറിയ ലെഗ് ഇതിൻ്റെ നെഗറ്റീവാണ്. അപ്പോൾ ഞാൻ ആ ഒരു LED ഇതിൽ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോടെ നമ്മളെ കണക്ഷനിൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബോർഡും കാര്യങ്ങളെല്ലാം നമുക്ക് ബോക്സിലേക്ക് ഫിറ്റാക്കി കൊടുക്കാം. അതേപോലെ തന്നെ ആ സ്പീക്കറിലേക്കുള്ള കണക്ഷൻ നമുക്ക് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ആ സ്പീക്കറിൽ ഫ്രണ്ട് പാനൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഹോട്ടലിൽ യൂസ് ചെയ്തിട്ടാണ് ഇത് ഒട്ടിച്ച് കൊടുത്തത്. അതേപോലെ തന്നെ സ്പീക്കറിലേക്കുള്ള കണക്ഷനും കൊടുത്തു. അപ്പോൾ സ്വിച്ചും ഓക്സ് പോർട്ടും അതേപോലെ തന്നെ സോക്കറ്റും കാര്യങ്ങളെല്ലാം ഫിറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ബോക്സിൻ്റെ 4 എഡ്ജിലും ഇതേപോലെ PVC ഷീറ്റ് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ 4 ഷീറ്റിലും ഇതേപോലെ ഹോൾസ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതേ അളവ് തന്നെ ഫ്രണ്ട് പാനലിലും 4 ഹോൾസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഫ്രണ്ട് പാനൽ സ്ക്രൂ വെച്ച് ടൈറ്റ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഈ ഒരു സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിലാക്കി കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്ക്രൂ എല്ലാം വെച്ച് നമുക്ക് ടൈറ്റ് ആക്കി കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്ലാക്ക് സ്ക്രൂ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മൾ വർക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പീക്കർ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലുക്ക് തന്നെ ആക്കിയെടുക്കാൻ സാധിച്ചിനി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മേക്കിങ്ങും അതേപോലെ തന്നെ ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ അതിനെപ്പറ്റി ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക. ഓക്കെ, നമുക്കിതിന് 12 വോൾട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന 12 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ്. അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം പവർ സപ്ലൈ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തുണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നല്ലൊരു സൗണ്ട് തന്നെ ഇതിൽ നിന്ന് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയർ ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പീക്കറായിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സോങ് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും ബാസും എല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പീക്കറിൻ്റെ ക്വാളിറ്റിയും കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. നല്ല ക്വാളിറ്റിയിലെ സ്പീക്കർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ സ്പീക്കറിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഇതിൻ്റെ ഔട്ട്പുട്ടിലും ചേഞ്ചസ് വരും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്കൊന്ന് അടുത്ത വീഡിയോ കാണാം.